സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസാണ്. അവയവക്കടത്ത് കേസിൽ മുഖ്യപ്രതി സാബിത്ത് നാസറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇയാൾ ഇരകളാക്കിയ മുഴുവൻ പേരുടെയും വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഡാനി, ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായ വിവരങ്ങൾ ഈ മുഖ്യപ്രതി സാബിത്തിൽ നിന്നും പോലീസിന് ലഭ്യമായിരുന്നു. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരു 5 നമ്പറുകളിലേക്ക് തുടർച്ചയായി ഇയാളുടെ ഫോൺ വിളികൾ പോയിട്ടുണ്ട്. ആ ഫോൺ ഒക്കെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇതോടൊപ്പം ഏറ്റവും പുതിയതായി പോലീസിന് ലഭ്യമായിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ കേസിലെ ഈ അവയവക്കടത്ത് കേസിലെ ഒരു പ്രധാനിയാണ് നിലവിൽ ഇറാനിലുള്ള വ്യക്തിയെന്നാണോ പോലീസ് കരുതുന്നത്? ടോം, ആ രീതിയിൽ തന്നെയാണ് കരുതുന്നത്. അത് മാത്രവുമല്ല, ഈ സബിത്ത് നാസർ എന്ന ആൾക്ക് ഈ റാക്കറ്റിൽ ആദ്യം ഒരു ഇടപാടുകാരൻ അല്ലെങ്കിൽ അതിലൊരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിലായിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും. ഇയാളെക്കുറിച്ച് മറ്റുള്ളവർ നൽകിയ വിവരങ്ങളും ഏതാണ്ട് ആ രീതിയിലുള്ളൊരു അനുമാനങ്ങളിലേക്ക് പോലീസ് ചെന്നെത്തിയിരുന്നു. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യും തോറും പോലീസിന് മനസ്സിലാകുന്നത് ഇയാൾ ഇതിനൊരു സംഘാടകരിൽ, ആസൂത്രകരിൽ മുഖ്യ ആളാണ് സബിത്ത് എന്നുള്ള വിവരമാണ് പോലീസിനെ ഞെട്ടിപ്പിക്കുന്നതായിട്ട് വരുന്നത്. ഇയാൾക്കൊപ്പം തന്നെയും കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പറ്റം പേർ ഇയാൾക്ക് മറ്റു ചില സംവിധാനങ്ങൾ, സംഘാടനങ്ങൾ സാമ്പത്തിക കാര്യത്തിലടക്കം ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പോലീസിന് വ്യക്തമാകുന്നത്. അത്തരം ഒരു 5 പേരോളം ആളുകളുടെ വിവരങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചിരുന്നവർ ഏറ്റവും പെട്ടെന്ന് വളരെ തിടുക്കത്തിൽ ഇയാൾ പലരെയും കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കുറച്ച് പേരുണ്ട്. അവരുടെ ഫോണെല്ലാം തന്നെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെയും ഇയാൾ ഇറാനിൽ താമസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. അപ്പോൾ അയാൾക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കാൻ, ഇരകളെ കണ്ടെത്താൻ മറ്റൊരു ശൃംഖല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇയാൾ കൂടുതൽ സമയവും ഇറാനിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ആ സംഘമാണ് ഇപ്പോൾ ഈ 5 പേര് എന്നെല്ലാം പറയുന്നത്. അവരിൽ ഉൾപ്പെടുന്ന ഒരു റാക്കറ്റാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളത്, ഇയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു കൊച്ചി സ്വദേശിയുണ്ട്. കൊച്ചി സ്വദേശി അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതാണ്ട് പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മധു എന്നാണ് ഇയാളുടെ പേര് സൂചിപ്പിക്കുന്നത്. ഇയാളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ മറ്റൊരാളെടുത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ അത് വിട്ടയച്ചിരുന്നു. പിന്നീട് ഈ മധുവിലേക്ക് അന്വേഷണം എത്തുന്നു. പക്ഷേ മധുവും ഇപ്പോൾ ഇറാനിലാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സബിത്തും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളും ഇറാനിൽ തന്നെയാണ്. അപ്പോൾ ഈ 2 അംഗ സംഘം അവിടെ നിന്നുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തി മറ്റു ചിലരുമായിട്ടുള്ള ബന്ധപ്പെടലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അത്തരം ഇടപെടലുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴിയായിരുന്നു എല്ലാവരിലേക്കും ഈ പണം എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇതിന് വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാക്കറ്റ് സാമാന്യം കരുതുന്നതിനേക്കാളും വളരെ വിപുലമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വലുതാണ്. അതിൽ ഉൾപ്പെട്ടിരുന്നവരുടെ സംഘാടനം വലുതാണ്. അവരുടെ വ്യാപ്തി എത്രത്തോളം എന്നത് ഈ ഇരകളാക്കപ്പെട്ടവരിൽ നിന്ന് ഇനി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ അവരെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് പോലീസ് കരുതുന്നില്ല. കാരണം തുടക്കത്തിൽ അവർ അന്വേഷിക്കുമ്പോൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര അവയവക്കടത്ത് റാക്കറ്റിന് സമാന്തരമായി കേരളത്തിൽ തന്നെ ഒരു അവയവക്കടത്തിന്റെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ സാബിത്തിനെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ സാബിത്തിന്റെ ശൃംഖലയിലുള്ള മറ്റുള്ളവരിലെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണെന്ന് പറയുന്നു. പക്ഷേ ഇയാളുടെ ഫോൺ വിവരങ്ങൾ, അതോടൊപ്പം ഇയാളുടെ മൊഴികൾ ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ചാൽ ഈ മറ്റ് കണ്ണികളിലേക്ക് എത്താൻ കഴിയില്ലേ? പോലീസ് അത്തരമൊരു ശ്രമമാണ് നടത്തുന്നത്. അതിൽ 20 പേരുടെ വിവരങ്ങളാണ് സാബിത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അത് ആ സംഖ്യയാകാൻ നിലവിലത്തെ ഒരു അന്വേഷണം വെച്ച് നോക്കുമ്പോൾ, ഇയാളുടെ ഒരു പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഇരയായതെന്ന് പറയുന്നു. പാലക്കാട് സ്വദേശിയായ ഷമീറ. പക്ഷേ ഈ ഷമീർ രക്ഷപ്പെട്ട രീതി, ഷമീർ ഇവിടെ നിന്ന് മാറിയിരിക്കുന്ന രീതിയാണ് പോലീസിനെ ഞെട്ടിപ്പിക്കുന്നത്.
ഷമീറിനെ സംബന്ധിച്ചുകൊണ്ട് യാതൊരുവിധ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിവരങ്ങളും തിരിച്ചറിയുന്ന ഏതെങ്കിലും ഒരു രേഖ അതുപോലും വീട്ടിൽ അവശേഷിക്കുന്നില്ല എന്നതാണ്. മുഴുവനായിട്ട് തന്നെ അവിടെ നിന്ന് അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാകുമെന്നാണ് പോലീസ് കരുതുന്നത്. മറ്റിരകൾ അവരിലേക്കും ചെന്നെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭ്യമായ വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. ഇതിൽ അതിഥി തൊഴിലാളികൾ ഉണ്ട് എന്നതും കുറച്ചുകൂടി സങ്കീർണമാക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഈ തിരിച്ചറിയൽ രേഖ, പ്രത്യേകിച്ച് ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ ചിലതെല്ലാം വ്യാജമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം കൃത്യമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വളരെ ഓർഗനൈസ്ഡായ ഒരു സിസ്റ്റം ഇവർ പാരലലായി ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഈ കേസിൽ വളരെയധികം താല്പര്യമെടുത്തുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതിൽ അവയവ കച്ചവടം മാത്രമായിരുന്നോ ഇവരുടെ ലക്ഷ്യമെന്ന ഒരു സംശയം ചിലരിലെങ്കിലും ബലപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആളുകളെ കാണാതാവുന്ന സംഭവം കൂടി വരുമ്പോൾ. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാത്തത്. ലഭ്യമാവുന്ന വിവരങ്ങൾ വളരെ പരിമിതമാണ്. എങ്കിലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ച ഒരു വലിയ മാഫിയ ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു. അതിന് പുറത്ത് ഗൾഫ് കേന്ദ്രീകരിച്ചും ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇറാൻ കേന്ദ്രമാക്കി ഇവരുടെ ഓപ്പറേഷൻസ്, അവയവ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഇറാൻ UN നേഷൻസിൽ പെടുന്ന അവയവ കച്ചവടം നിയമപരമായി ചെയ്യാൻ കഴിയും. നിയമപരം എന്ന് വെച്ചാൽ ഈ പണം നൽകിക്കൊണ്ട് അവയവ മാറ്റം അനുവദിക്കുന്ന രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘം ഇറാൻ തന്നെ തിരഞ്ഞെടുത്തത്. ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രി തിരഞ്ഞെടുക്കുകയും അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം വിപുലമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകാതെ ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് പോകും. ഒന്നുറപ്പാണ്, രാജ്യാന്തരതല ബന്ധമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളടക്കം ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരും. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇത് കേന്ദ്ര ഏജൻസികൾ കൂടി ഈ സംഭവം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ സാബിത്തിന്റെ മൊഴി കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു രാജ്യാന്തര റാക്കറ്റാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇരകളായിട്ടുള്ളത് കേരളത്തിലുള്ളവർ മാത്രമല്ല, മറ്റ് കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സാധുക്കളായിട്ടുള്ള വ്യക്തികളും ഇതിന്റെ ഇരകളായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ.